ഹിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൽച്ചന്തേരിയിലാട്ടോ ഞാൻ ഇന്നത്തെ സാരി കൊണ്ടുവന്നിരിക്കുന്നത്. മൽച്ചന്തേരിയിൽ ബോർഡറിൽ കട്ട് വർക്ക് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. അതുപോലെ ഇതിൽ ക്രോസ് സ്റ്റിച്ചും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഹാഫായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള ക്രോസ് സ്റ്റിച്ചിൽ ബോർഡർ കട്ട് വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, ഓരോന്നായിട്ടൊന്ന് കാണാം. ഇത് യെല്ലോയുടെ ഒരു ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഒരു സൈഡിൽ ഫുള്ളായിട്ടും സ്കാലപ്പ് വർക്ക് വരുന്നു, ഒരു സൈഡ് ബോർഡർ കട്ട് വർക്കും സ്കാലപ്പ് വർക്കും ക്രോസ് സ്റ്റിച്ചും കൂടിയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. 3115 ഈ സാരി വന്നിരിക്കുന്നത്. നല്ല പെർഫെക്ഷനോടെയുള്ള ഡിസൈനായിട്ടാണ് വരിക. ഈ ട്രാൻസ്പെറൻ്റ് അല്ല, വളരെ സോഫ്റ്റാണ്, വെയ്റ്റ്ലെസ്സും ആണ്. ഇങ്ങനെയാണ് ഈ സാരിയുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇങ്ങനെ വരുന്നു. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുകളും കൂടിയാണ് വരുന്നത്. ഇത് ബ്രിക്ക് റെഡിലാട്ടോ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റായിട്ട് ഈ ഷെയ്ഡ്സ് ക്രോസ് സ്റ്റിച്ച് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബോർഡർ സ്കാലപ്പ് വർക്ക് കട്ട് വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസ് പീസ് ഫുള്ളായിട്ടും ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും കൂടിയാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് കിടക്കുന്നൊരു മെറ്റീരിയലാണ്. ട്രാൻസ്പെറൻറ്റും അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വൺ ലെയറായിട്ടും ഇത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടല്ലോ, നല്ല കളേഴ്സാണ്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയാലും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ പറയാറുണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വീഡിയോ കോളിലൂടെ കണ്ടോളാൻ. പക്ഷേ ഇത് നേരിട്ട് കാണാനും ഈ സാരി സൂപ്പർ സാരീസാണ് എല്ലാം. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഈ ക്രോസ് സ്റ്റിച്ചും വന്നിരിക്കുന്നു. അതുപോലെ ഈ കട്ട് വർക്കും. സാരി ആയാലും മെറ്റീരിയൽ വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടോ, അങ്ങനെ ചുളുങ്ങി പോണ മെറ്റീരിയലൊന്നുമല്ല, വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കിടന്നോളും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഫുള്ളായിട്ടും ആ വർക്ക് ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ നല്ല ഒരു സാരി. റേറ്റ് 3115. ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡായിട്ടാട്ടോ ഇത് വരുന്നത്. ഇതേലും കോൺട്രാസ്റ്റായിട്ട് തന്നെ കട്ട് വർക്ക്, അതുപോലെ ആ ക്രോസ് സ്റ്റിച്ച് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ഈ ഒരു സൈഡിൽ സ്കാലപ്പ് വർക്ക്, അതുപോലെ സ്കാറ്റേഡായിട്ട് എല്ലാത്തിൻ്റെയും ഈ എംബ്രോയ്ഡറി വർക്ക്. പിന്നെ ഇങ്ങോട്ടാവുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസിൽ ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് 3115. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതേ സാരി തന്നെയാണ് കേട്ടോ ഇത്. സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയക്കാം.